പാഷൻ, ഭ്രമം. എന്തുകൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ വിജയിക്കുന്നത്? AR റഹ്മാൻ സംഗീതത്തിൽ ഉസ്താദാകുന്നത് എങ്ങനെ? അങ്ങനെ ഓരോ വിഷയം എടുത്തോളും. നിങ്ങൾ ഞാൻ 2 മേഖല പറഞ്ഞു. കായിക മേഖലയായാലും കലാമേഖലയായാലും സിനിമാ മേഖലയായാലും ഏതു മേഖലയായാലും പഠനമായാലും ജോലിയായാലും ഏത് മേഖലയായാലും അതിലൊരു പാഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ ഹാർഡ് വർക്കൊന്നും കാര്യമില്ല. ഹാർഡ് വർക്കിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഒരു സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ആളുകൾ സ്മാർട്ട് വർക്കിൻ്റെ കാലവും കഴിയുന്നു. ഒരു ക്രിയേറ്റീവ് വർക്കിലേക്ക് കയറിയിട്ടുണ്ട് ആളുകൾ. വളരെ ക്രിയേറ്റീവായി വർക്ക് ചെയ്യുന്നവർക്കാണ് ഇനിയുള്ള കാലം. ആ ക്രിയേറ്റീവ് വർക്കിൽ വേണ്ടത് ഒരു പാഷനാണ്, ഒരു ഭ്രമമാണ്. അതിനോടൊരു അദമ്യമായ ഉദാത്തമായ ഒരു സ്നേഹമാണ്. അങ്ങനെ ഉദാത്തമായ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം നമുക്ക് നമ്മുടെ തൊഴിലിനോട് നമ്മുടെ ജീവിതത്തോട് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയ തോതിൽ അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ട ജോലി എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയ ജോലിയിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ലേ നിർവാഹമുള്ളൂ. അല്ലാതെ ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച്, ഇഷ്ടപ്പെട്ട കല്യാണം കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട വീട് വെക്കാൻ പറ്റിയിട്ടില്ല, ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഇരുന്നാൽ ഒരു കാര്യവും ചെയ്യാനില്ല. ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കിട്ടിയതിൽ സന്തോഷിക്കുക എന്ന് പറയുന്നതും കിട്ടിയ കാര്യങ്ങൾ, ലഭിക്കുന്ന കാര്യങ്ങളിൽ ഒരു പാഷനോടുകൂടി കാണുകയും ചെയ്താൽ കൂടുതൽ മനോഹരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്നാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്, അതിനെ മനോഹരമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാഷൻ അല്ലെങ്കിൽ ഒരു ഭ്രമം എല്ലാ വിഷയത്തിലും നമുക്ക് ആവശ്യമുണ്ട്. പഠനത്തിൽ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മനോഹരമായി പഠിക്കും. നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞു തരുന്നത് നമുക്ക് അരോചകമായി തോന്നുന്നില്ല, നമുക്കതിൽ സന്തോഷം കണ്ടെത്താൻ തോന്നും. നമ്മൾ വായിക്കുന്നത്, പഠിക്കുന്നത്, പാട്ട് കേൾക്കുന്നത്, സംഗീതം ചെയ്യുന്നത്, ഒരു വീഡിയോ എടുക്കുന്നത്, ഒരു സെൽഫി എടുക്കുന്നത്, എല്ലാറ്റിലും ഒരു പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ പാഷൻ ക്രിയേറ്റ് ചെയ്താൽ അതൊരു കാരണവശാലും നമ്മൾ സമ്പത്തുമായും റിട്ടേണുമായിട്ട് കണക്കാക്കുകയില്ല. എന്നാൽ നല്ല പാഷൻ ഉള്ളവർക്ക് റിട്ടേൺസ് കൃത്യമായി കിട്ടുകയും ചെയ്യും. അവർ അതിൽ ഉസ്താദുമാരാവും, അതിലവർ സർവകലാവല്ലഭന്മാരാവും. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായും അവരോടൊപ്പം പദവിയും സമ്പത്തും എല്ലാം അവരെ തേടിയെത്തുകയും ചെയ്യും. അങ്ങനെ എത്താതിരിക്കാൻ കഴിയില്ല. കാരണം ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടും ഉണ്ടല്ലോ. അപ്പോൾ പാഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ വലിയ പാഷനോടുകൂടി കാണാം. അതിനുള്ള ശ്രമമാണ് ഇനി വേണ്ടത്.